വയനാട്ടിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിയെ കാട്ടിലേക്ക് തുരത്തി വനംവകുപ്പാണ് ഇക്കാര്യം അറിയിച്ചത്. വയനാട്ടിൽ നിന്നും അനൂപുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അനൂപ്, കുറച്ച് നാളുകളായി കരടിയുടെ ശല്യം പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു. പലയിടങ്ങളിലായി ഈ കരടിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ദൃശ്യങ്ങളിൽ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു. RRT സംഘം ഇവർക്ക് ഈ കരടിക്ക് വേണ്ടിയുള്ള തിരച്ചിലൊക്കെ നടത്തുകയായിരുന്നു. ഇപ്പോൾ കാട് കയറ്റിയെന്ന് പറയുമ്പോൾ ഇനി ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആശങ്ക ഒഴിഞ്ഞു എന്ന് പൂർണ്ണമായും പറയാനാവില്ല. എന്നാൽ ദിവസങ്ങളായി വയനാട്ടിലെ ജനവാസ മേഖലയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കരടി ആദ്യം പയ്യമ്പള്ളി മേഖലയിലാണ്, മാനന്തവാടി പയ്യമ്പള്ളി മേഖലയിലാണ് ആദ്യം കരടിയെ കണ്ടത്. പിന്നീട് അത് ജനവാസ മേഖലകളിലൂടെ അതിദൂരെ സഞ്ചരിച്ച് പനമരം പനമരം ടൗണിനോട് തൊട്ട് ചേർന്ന പ്രദേശത്തുകൂടി കുറുവ മേഖലയിലുള്ള വനപ്രദേശങ്ങളിലേക്കും തുടർന്ന് ഏറ്റവും ഒടുവിൽ ഈ പുൽപ്പള്ളി നെയ്ക്കുപ്പ എന്ന് പറയുന്ന സ്ഥലത്തും വരെ എത്തി എന്നുള്ളത്. ഏതാണ്ട് ഒരു 60 കിലോമീറ്ററോളമെങ്കിലും കരടി എങ്കിൽ ജനവാസ മേഖലയിലോട്ട് സഞ്ചരിച്ച് കാണണം. ഏതായാലും ഈ ഏറ്റവും ഒടുവിൽ പനമരം ടൗണിനോട് ചേർന്ന പ്രദേശത്താണ് CCTVയിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമെല്ലാം ലഭിച്ച വിവരങ്ങൾ പ്രകാരം കരടി എത്തിയതായി സ്ഥിരീകരണമുള്ളത്. ഇതിനെ തുടർന്ന് ഇന്നലെ ഒരു വലിയ പരിശോധനകളും കരടിയെ മയക്കുവെടി വയ്ക്കാൻ എതിരെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളും എല്ലാം നടന്നതാണ്. എന്നാൽ ആ ശ്രമം വൈകിട്ട് വരെ ഫലം കണ്ടില്ല. ഇതിനിടെ കഴിഞ്ഞ ദിവസം കരടിയെ നേരിട്ട് RRT സംഘം കാണുകയും മയക്കുവെടി വയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അവിടെ നിന്ന് കരടി പെട്ടെന്ന് ദൂരേക്ക് മാറുകയും എല്ലാം ഉണ്ടായത്. ഏതായാലും ഒരു 3 ദിവസത്തെ ഒരു വലിയൊരു ആശങ്ക ഇപ്പോൾ ഒഴിഞ്ഞു വേണമെങ്കിൽ പറയാം. പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ നെയ്ക്കുപ്പ വനത്തിന്റെ സമീപത്ത് ഇന്നലെ രാത്രി 10 മണിയോടുകൂടി കരടിയെ നാട്ടുകാർ കണ്ടു. ഫോറസ്റ്റ് ഗാർഡുകളെ വിവരമറിയിച്ചു. അവർ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും ഇവിടേക്ക് എത്തി പടക്കം പൊട്ടിച്ചും മറ്റും ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി കരടിയെ ഈ നെയ്ക്കുപ്പ മേഖലയിലേക്ക് അവിടെ തൊട്ട് സമീപത്തുള്ള പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ നെയ്ക്കുപ്പയോട് ചേർന്നിട്ടുള്ള വനപ്രദേശത്തേക്ക് തുരത്തിയതായി ആണ് ഇപ്പോൾ നോർത്ത് വയനാട് DFO നമുക്ക് നൽകുന്ന വിവരം. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചെഞ്ചടി ഭാഗത്തെ ഒരു സ്വകാര്യ സ്ഥലത്ത് കരടിയെ കാണുകയും അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി നെയ്ക്കുപ്പ വനമേഖലയിലേക്ക് കരടിയെ ഓടിച്ചു വിട്ടു എന്നുമാണ് പറയുന്നത്. ഈ ഒരു വനമേഖല പുൽപ്പള്ളി വനത്തോട് ചേർന്ന് അല്ലെങ്കിൽ വയനാട് വന്യജീവി സംഘത്തോട് ചേർന്നുള്ള പ്രദേശമെല്ലാമാണ്. ഒരുപക്ഷെ കരടി വനത്തിലേക്ക് തന്നെ വീണ്ടും സഞ്ചരിച്ചാൽ ഈ ആശങ്ക പൂർണ്ണമായും ഒഴിവാവും. അതല്ല വനയോർത്ത് തന്നെ നിലനിർത്തുകയും ജനവാസ മേഖലയിലേക്ക് വീണ്ടും എത്തുകയും ചെയ്താൽ ആ രീതിയിൽ അതിനെ പ്രതിരോധിക്കുന്ന വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് വനവകുപ്പ് ഏതായാലും പറയുന്നത്. ഈ കരടി ഏത് വിധത്തിൽ ജനവാസ മേഖലയിലേക്ക് എത്തി എന്നത് സംബന്ധിച്ചൊന്നും ഔദ്യോഗിക സ്ഥിരീകരണങ്ങളില്ല. എന്നാൽ ഈ വനമേഖലയിൽ നിന്ന് ആദ്യം ജനവാസ മേഖലയിലേക്ക് എത്തുകയും പിന്നീട് അതിന് തിരിച്ചു പോകാൻ സാധിക്കാതെ ജനവാസ മേഖലയിൽ പെട്ടുപോവുകയും ചെയ്തു എന്നാണ് വനവകുപ്പ് പറയുന്നത്. ഏതായാലും വയനാടിനെ 3 ദിവസം വലിയ ആശങ്കയിലാക്കിയ കരടി ഒടുവിൽ വനത്തിലേക്ക് തന്നെ കയറിപ്പോയി എന്ന് വേണം വനവകുപ്പ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം നമുക്ക് അനുമാനിക്കാം. ശരി, അനൂപാണ് ആ വിവരങ്ങൾ നൽകിയത്.